അപ്പോൾ നമ്മൾ കസ്റ്റം പോസ്റ്റ് ചെയ്ത ടൈമിൽ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഡീറ്റെയിൽഡ് പേജ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു കസ്റ്റം പോസ്റ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ ടൈമിൽ ഒരു ഡീറ്റെയിൽഡ് പേജ് ഉണ്ടായിരുന്നല്ലോ ഓരോ പോസ്റ്റിനും. ഇപ്പോൾ സർവീസിൻ്റെ അണ്ടറിലുള്ള ഓരോ പോസ്റ്റുകളുണ്ടല്ലോ, അതിനൊക്കെ ഓരോ ഡീറ്റെയിൽഡ് പേജ് ഉണ്ടാവും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാനുണ്ട് കേട്ടോ കസ്റ്റം പോസ്റ്റ് ടൈപ്പിൽ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ലിങ്ക് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽഡ് പേജിലേക്ക് പോകാനുള്ള. അപ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ എടുക്കുക. ഫംഗ്ഷൻ .phpയിൽ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഇത് നമ്മളെ ടെസ്റ്റിമോണിയലിന് നമ്മൾ ഡീറ്റെയിൽഡ് പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യണില്ല. അത് ആ ഒരു സ്ലൈഡർ മതിയല്ലോ. ഓക്കെ, ഈ ഒരു ടൈറ്റിലുണ്ടല്ലോ, ടൈറ്റിലിന് മാത്രമാണ് നമുക്ക് ഏതിനും നമുക്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇമേജിന് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, ടൈറ്റിലിന് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻറ്റിന്, ഏത് ടാഗിനും നമുക്ക് ലിങ്ക് കൊടുക്കാം. ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പേജിലേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു Ctrl+X കൊടുക്കുന്നുണ്ട്, അത് കട്ട് ചെയ്യണുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു എ ടാഗ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ. എന്നിട്ട് അതിൽ href = എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു PHP ചെയ്യാനുണ്ട്. PHPൻ്റെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽഡ് പേജിൻ്റെ ലിങ്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് PHPൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വേർഡ്പ്രസ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ PHP കൊടുക്കാൻ PHP പിന്നെ സ്പേസ് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ HTMLൻ്റെ ഉള്ളിൽ ഈ ഒരു ഫംഗ്ഷൻ .phpയിൽ HTMLൻ്റെ ഉള്ളിൽ നമ്മൾ PHP ചെയ്തതിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ get_permalink എന്ന് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഫംഗ്ഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ hrefൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലിങ്ക് വരും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എ ടാഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു ടൈറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിനിപ്പോൾ ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അത് ഈ ഒരു തീമിൽ ഡീഫോൾട്ടായിട്ടൊരു സ്റ്റൈൽ വന്നതാണ്. ഈ എ ടാഗുള്ളിടത്തൊക്കെ ഒരു അണ്ടർലൈൻ ഉണ്ടാവും. ഓക്കെ, കണ്ടോ, ഇത് ഇൻസ്പെക്ട് ചെയ്താൽ hrefൻ്റെ ഉള്ളിൽ ഇവിടെ എക്കോ കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. സോറി, ഇവിടെ എക്കോ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ എക്കോ കൊടുക്കണം. എക്കോ എന്ന് പറഞ്ഞത് PHPയിൽ നമ്മൾ പ്രിൻ്റ് എന്നൊക്കെ പറയുക. പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത് യൂസ് ചെയ്യില്ല. പൈത്തണിലൊക്കെ പ്രിൻ്റ് എന്ന് യൂസ് ചെയ്യില്ല. അതുപോലെ PHPയിലുള്ളതാണ് എക്കോ. നമുക്ക് ഈ ഒരു ലിങ്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യാനല്ല വേണ്ടത്. ഓക്കെ, സേവ് ഫയൽ കൊടുത്തതിന് ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്താൽ കണ്ടോ, ആ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. hrefൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പേജിലേക്ക് പോകാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽഡ് പേജിൽ കണ്ടോ, ഈ ഒരു കണ്ടൻറ്റ് മാത്രമാണുള്ളത്. അത് ഏതാണ് പേജ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് ഇതിൻ്റെ ഒരു അണ്ടർലൈൻ നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, അതിന് ജസ്റ്റ് കസ്റ്റമൈസർ ഒന്ന് റീഫ്രഷ് ചെയ്യാം, ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്യാം. സർവീസ് ടൈറ്റിൽ എന്നാണല്ലോ ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് മെയിൻ ഡിവ് കോൾ ചെയ്തിട്ട് അതിൽ വിളിക്കുക. ജസ്റ്റ് ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അണ്ടർലൈന് പോകും. ആ അണ്ടർലൈൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് പേജ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഡിസൈൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തീം ഫയൽ എഡിറ്റർ എടുക്കുക. ഫംഗ്ഷൻ .phpയിൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ട് single.php എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അപ്പോൾ ഹലോ എലമെൻ്റർ ആയതുകൊണ്ട് അതിൽ ടെംപ്ലേറ്റ് പാർട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ചില തീമിൽ ഇത് ഇവിടെ തന്നെ പുറത്ത് തന്നെ കാണും, ഈ ഒരു single.php എന്ന് പറഞ്ഞൊരു ഫയൽ. ഈ ഒരു ഫയലാണ് ഡീഫോൾട്ടായിട്ട് എല്ലാ പോസ്റ്റ് ടൈപ്പിൻ്റെയും സിംഗിൾ പേജ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. കണ്ടോ, ഈ ഒരു കോഡ് ഉണ്ടല്ലോ, ഇതുവഴിയാണ് ഈ ഒരു പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് പേജ് ഡിസൈൻ ചെയ്യാം. ഈ ഒരു പേജിലുള്ള HTML പിന്നെ
ഇത് കണ്ടോ, ദ ടൈറ്റിൽ പറഞ്ഞിട്ട് വേർഡ് പ്രസ്സിന് ഓരോ ഫങ്ഷൻ ഉണ്ട്, ഓരോന്ന് കോൾ ചെയ്യാനുള്ള, കണ്ടൻറ്റ് കോൾ ചെയ്യാനൊരു ഫങ്ഷൻ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് പേജ് കസ്റ്റമൈസ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് എല്ലാ പോസ്റ്റ് ടൈപ്പിനും ഉള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സർവീസിന് വേണ്ടിയിട്ട് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലോഗിനൊരു ഡിസൈനും സർവീസിനൊരു ഡിസൈനും ആണല്ലോ ഡീറ്റെയിൽഡ് പേജ് ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു തീമിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് നോർമലായിട്ട് സിംഗിൾ .php എന്നാണല്ലോ. അപ്പോൾ നമ്മളെ സ്പെസിഫിക് ആയിട്ടൊരു കസ്റ്റം പോസ്റ്റിന് ഒരു സിംഗിൾ പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഹൈഫൺ കൊടുക്കുക. ഹൈഫൺ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പോസ്റ്റ് ടൈപ്പിൻ്റെ കീ എന്താണോ, ഇപ്പോൾ നമ്മളത് സർവീസ് അല്ലേ, അപ്പോൾ സർവീസ് .php സിംഗിൾ, പിന്നെ ആ ഒരു പോസ്റ്റ് ടൈപ്പിൻ്റെ കീ, പിന്നെ .php അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഈ ഒരു ഡീറ്റെയിൽഡ് പേജ് ഈ ഒരു സിംഗിൾ സർവീസ് .phpക്ക് ലിങ്ക് ആവും. അപ്പോൾ അതിലെന്താണോ കണ്ടൻറ്റ് കൊടുക്കുന്നത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഡൈനാമിക്കായിട്ട്. അത് ബേസിക്കായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ഡീറ്റെയിൽഡ് പേജിന് കൊടുക്കാൻ പോണത്. ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് പേജിൻ്റെ ലേഔട്ട് എങ്ങനെ വരുന്നതെന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമേജ് വരും, ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമേജും പിന്നെ ഈ റൈറ്റ് സൈഡിൽ പോസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അല്ല ടൈറ്റിൽ ഉണ്ടല്ലോ. റൈറ്റ് സൈഡിൽ പോസ്റ്റിൻ്റെ ടൈറ്റിലും പിന്നെ ആ ഒരു പോസ്റ്റിൻ്റെ ഫുൾ കണ്ടൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ട്രിമ്മഡ് കണ്ടൻ്റ് ആണല്ലോ മറ്റേ ആ ഒരു കാർഡിൽ കൊടുത്തിട്ടുള്ളത്, ആ ഒരു ഫുൾ കണ്ടൻറ്റും പിന്നെ ഒരു ബട്ടണും ഇവിടെ ആഡ് ചെയ്യും. നമ്മൾ ഈ ഒരു സർവീസിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോളസ്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ബട്ടണും നമ്മളിവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് പേജ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ, നമ്മൾ ഡീറ്റെയിൽഡ് പേജ് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോൾ ഓരോ ഫങ്ഷൻ ഉണ്ട്, വേർഡ് പ്രസ്സിൽ ഓരോ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജും പിന്നെ ഈ ഒരു ടൈറ്റിലും പിന്നെ ഈ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് മൂന്നാണല്ലോ നമുക്ക് ഡൈനാമിക്കായിട്ട് കോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അത് മൂന്നും കോൾ ചെയ്യാൻ ഓരോ ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ എക്കോ ഗെറ്റ് ദ പോസ്റ്റ് തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ഇമേജ് വിത്ത് IMG ടാഗോട് കൂടെ ഡിസ്പ്ലേ ചെയ്യും ഈ ഒരു ഫങ്ഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഗെറ്റ് ദ ടൈറ്റിൽ കൊടുത്താൽ പോസ്റ്റ് ടൈപ്പിൻ്റെ ടൈറ്റിൽ, പിന്നെ ഗെറ്റ് ദ കണ്ടൻറ്റ് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ പോസ്റ്റ് ടൈപ്പിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആവും. ഞാനിപ്പോൾ സർവീസിന് ഒരു സർവീസ് സിംഗിൾ -സർവീസ് .php എന്ന് പറഞ്ഞിട്ട് സർവീസിന് മാത്രമായിട്ട് ഒരു ഡീറ്റെയിൽഡ് പേജാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഫയൽ മാനേജർ ആക്സസ് ചെയ്യണം. നമ്മൾ ഈ ഒരു തീം ഫയൽ ഉണ്ടല്ലോ, ഈ ഒരു തീം ഫയൽ ഇവിടെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ ഒരു ലോക്കൽ WP ഉണ്ടല്ലോ, നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിപ്പോൾ നമ്മളെ സെർവറിലാണെന്നുണ്ടെങ്കിൽ സെർവറിനൊരു ഫയൽ മാനേജർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ WP കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോവാം. അതിൽ തീംസിലാണ് ഈ നമ്മളെ ഹലോ എലമെൻ്റർ തീമിൻ്റെ ഫയലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഹലോ എലമെൻ്റർ എടുക്കാം. ഇവിടെ സാധാരണ സിംഗിൾ .php എന്ന് പറഞ്ഞ ഫയൽ ഇവിടെയാണ് കേട്ടോ, പ്ലെയിനായിട്ട് തീം ഫയലിൻ്റെ അകത്ത് തന്നെ ആവും ഇവിടെ ഉണ്ടാവുക. ഹലോ എലമെൻ്ററിൽ സിംഗിൾ .php ഈ ഒരു ടെംപ്ലേറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഫോൾഡറിനകത്താണ്. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. നമുക്ക് ഇതേപോലത്തെ ഒരു സിംഗിൾ ഹൈഫൺ സർവീസ് ഡോട്ട് PHP ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് പുറത്തേക്ക് ഇടുന്നുണ്ട്, ഈ ഒരു ഹലോ എലമെൻറ്ററിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് റിനെയിം ചെയ്യാം. എന്നിട്ട് ഒരു ഹൈഫൺ സർവീസ് ഒന്നും കൂടെ കൊടുക്കാം പേരിൻ്റെ കൂടെ. ഇപ്പോൾ എന്തായി, നമ്മളെ സർവീസിൻ്റെ ഡീറ്റെയിൽഡ് പേജ് ഉണ്ടല്ലോ, അത് ഈ ഒരു പേജിൽ കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ കണ്ടോ, സിംഗിൾ സർവീസ് ഡോട്ട് PHP ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻ എന്ന് പറഞ്ഞ ഒരു ഡിവ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ളത് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹലോ വേൾഡെന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു പേജ് ലിങ്ക് ചെയ്തിരിക്കണമെന്ന് കൺഫേം ചെയ്യാൻ ഈ ഒരു സർവീസിൻ്റെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഹലോ വേൾഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഹെഡറും ഫൂട്ടറും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ കൊണ്ടുവരിക എന്നുള്ളത് പറയാം. അപ്പോൾ ഹെഡറും ഫൂട്ടറും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു വൈൽ ലൂപ്പിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ടോപ്പിലോ എവിടെയെങ്കിലും ആയിട്ട് ഗെറ്റ് അണ്ടർസ്കോർ ഹെഡർ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനാണ്. ഇത് വേർഡ് പ്രസ്സിൻ്റെ ഫങ്ഷനാണ്. അതുപോലെ ഈ ഒരു വൈൽ കഴിഞ്ഞിട്ട് ഗെറ്റ് ഫൂട്ടറിനും കൂടെ കൊടുക്കുക. അപ്പോൾ ഹെഡറും ഫൂട്ടറും കൂടെ ഡിസ്പ്ലേ ചെയ്യും. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. കണ്ടോ, ഹെഡറും ഫൂട്ടറും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മളെ ഹലോ വേൾഡും ഈ ഒരു കണ്ടെയ്നറിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇവിടെ ആയിട്ടാണ് നമുക്ക് നമ്മളെ പേജ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ നമ്മളെ ഡിസൈന് വരുന്നത്. ഇതാണല്ലോ നമ്മളെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ആദ്യം ഒരു റോ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഇമേജിനൊരു കോളം ക്രിയേറ്റ് ചെയ്യണം, പിന്നെ കണ്ടൻറ്റിനൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ക്ലാസ് ഈക്വൽ ടു ഡീറ്റെയിൽഡ് സർവീസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ഇമേജിനൊരു കോളമാണല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സർവീസ് IMG എന്ന് അതിനൊരു പേര് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, എക്കോ ഗെറ്റ് ദ പോസ്റ്റ് തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫങ്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് PHP ആണല്ലോ. PHP കൊടുക്കാൻ നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യണം. ഇതിൻ്റെ അകത്താണ് നമുക്ക് PHP കൊടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ ആയിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു പേജ് റീഫ്രഷ് ചെയ്യുക. കണ്ടോ, ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് കണ്ടൻറ്റിനൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ടൈറ്റിലും പിന്നെ പാരഗ്രാഫും പിന്നെ ഒരു ലിങ്കും ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഡിവ് കൊടുത്തിട്ട് അതിന് ഞാൻ സർവീസ് കോണ്ടൻസ് എന്ന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു H1 ടാഗ് കൊടുക്കാം. H1 ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു ടൈറ്റിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ കണ്ടോ, എക്കോ ഗെറ്റ് ദ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. അതെന്താ ചെയ്യുക, PHPൻ്റെ ഉള്ളിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഒരു P ടാഗ് കൊടുക്കാം. നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ആണല്ലോ. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫങ്ഷന് കോപ്പി ചെയ്യാം. കണ്ടോ, ഗെറ്റ് ദ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷന് കൊടുത്തു. പിന്നെ ഒരു ലിങ്ക് വേണമല്ലോ, കോളോ അല്ലെങ്കിൽ മെയിലോ കൊടുക്കാനൊരു ലിങ്ക് വേണം. അപ്പോൾ ജസ്റ്റ് അത് സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്താൽ മതി. എല്ലാ പേജിലും ഒരേ ലിങ്ക് തന്നെ ആവുമല്ലോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഇപ്പോൾ ഹാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ
കോളിനൊന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഹാഷ് കൊടുത്താൽ എവിടേക്കും റീഡയറക്റ്റ് ആവാതിരിക്കാനാണ് കേട്ടോ. ലിങ്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. കണ്ടോ, ആ ഒരു ടൈറ്റിലും ഡിസ്പ്ലേ ആയിട്ടുണ്ട്, ആ ഒരു കോണ്ടൻറ്റും ഡിസ്പ്ലേ ആയിട്ടുണ്ട്, പിന്നെ ഒരു ലിങ്കും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഡിസൈൻ ചെയ്യാൻ കസ്റ്റമൈസർ എടുക്കുക. ഒന്ന് റീഫ്രഷ്, നമ്മൾ അവിടെ ചെയ്തത് ഇവിടെ കിട്ടണമല്ലോ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഈ ഒരു പേജിലേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കമൻറ്റ് കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് സർവീസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് സർവീസിൻ്റെ ഡീറ്റെയിൽഡ് പേജിലേക്കുള്ള സ്റ്റൈൽ കൊടുക്കാൻ പോണത്. ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇത് ഡീഫോൾട്ടായിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ലാപ്പിൻ്റെ സ്ക്രീനിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു കണ്ടെയ്നർ തന്നെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം കണ്ടെയ്നർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. വിടുത്തുണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു നമ്മൾ ഈ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ആ ഒരു കണ്ടെയ്നർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ സ്ക്രീനിൽ ഓക്കെയാണ്, ഇതിനോട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡീറ്റെയിൽഡ് സർവീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു 2 ഡിവ് നമുക്ക് ഫ്ലെക്സ് ആയിട്ട് നിൽക്കണമല്ലോ, ഹൊറിസോണ്ടലായിട്ട്. ഈ ഒരു ക്ലാസ് കോപ്പി ചെയ്തതിൻ്റെ ശേഷം ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക. അതിപ്പോൾ ഫ്ലെക്സ് ആയി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇമേജിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ വിടുത്തൊരു 50% കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സർവീസ് കണ്ടൻസ് ഉണ്ടല്ലോ, അതിനും ഒരു 50% കൊടുക്കാം. ഇതിപ്പോൾ ഒരു ബേസിക് ലേഔട്ട് ആയിട്ടുണ്ട്. ഇതിന് അലൈൻ ഐറ്റം സെൻറ്റർ കൊടുക്കുക, വെർട്ടിക്കലി സെൻറ്റർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് പോകണമല്ലോ, അപ്പോൾ ഗ്യാപ്പ് ഒരു 30 പിക്സൽ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നറിന് ടോപ്പും ബോട്ടും കുറച്ച് പാഡിങ് ആണല്ലോ, അപ്പോൾ പാഡിങ് ടോപ്പ് ഒരു 80 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ പാഡിങ് ബോട്ടം ഒരു 80 പിക്സൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലേ ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ടൈറ്റിലും കണ്ടൻറ്റും ഇതും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്താൽ മതി. ഇമേജ് ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസ് കണ്ടൻസ് ഉണ്ടല്ലോ, ഇത് വിളിച്ചിട്ട് അതിൽ H1, അതിൽ P, പിന്നെ അതിൽ A, അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. സർവീസ് കണ്ടൻസിൽ H1. ഇപ്പോൾ ഈ ഒരു H1 കണ്ടോ, അതിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ഈ ഒരു സെയിം സ്റ്റൈലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഫോണ്ട് സൈസ് ഒരു 45 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെയിം സ്റ്റൈൽ നമുക്ക് എലമെൻ്ററിൽ ചെയ്ത സെയിം സ്റ്റൈൽ നമുക്ക് കോപ്പി ചെയ്യാൻ ഹോം പേജ് എടുക്കുക. കണ്ടോ, ഇതല്ലേ, ഇൻസ്പെക്റ്റ് കൊടുക്കുക. ഇൻസ്പെക്റ്റ് കൊടുത്താൽ കണ്ടോ, അതിൻ്റെ സ്റ്റൈൽ ഇവിടെ വന്നിട്ടുണ്ടാവും. എലമെൻ്ററിൽ നമ്മൾ കൊടുത്തത് ഇവിടെ CSS ആയിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരും. അപ്പോൾ ഇത് ഫുള്ളൊന്ന് കോപ്പി കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഫോണ്ട് സൈസ് 45 തന്നെ ആയിട്ടുണ്ടല്ലോ. എവിടെയും 45 ആക്കിയിട്ടുണ്ട് തോന്നണം. നമ്മൾ ആ ഒരു സൈസ് കൂടിയപ്പോൾ 45 ആക്കിയിട്ടുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ കണ്ടോ, ഇതാണ് ആ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മെയിൻ കോളത്തിൻ്റെ ക്ലാസ് വിളിച്ചിട്ട് പി കൊടുക്കുക. ഈ ഒരു സ്റ്റൈൽ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റൈലും കോപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൻ്റെ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇതിൽ എയർ ടാഗ് വിളിക്കുക, എന്നിട്ട് ഈ ഒരു ബട്ടണിൽ പോയിൻ്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് ആ ഒരു ബട്ടണിൻ്റെ സ്റ്റൈൽ വരുന്നത്. ഇത് കോപ്പി കൊടുക്കുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ കളറ് വന്നിട്ടില്ല ഞാൻ തോന്നുന്നു. കളറും പിന്നെ ഇവിടെ കുറച്ച് സ്പേസും ആണല്ലോ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ഒരു സ്പേസ് വരാൻ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കാം. എന്നാലും നമ്മൾ മാർജിൻ കൊടുത്താൽ അവിടെ എഫക്റ്റ് ആവുള്ളൂ. മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽ. കണ്ടോ, നമ്മൾ ഈ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു മാർജിൻ അവിടെ വരില്ല. ഓക്കെ, മാർജിൻ ടോപ്പ് ഒരു 10 പിക്സൽ മതി. പിന്നെ അതിൻ്റെ കളറ് വൈറ്റിൻ്റെ കോഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈറ്റിലിന് കുറച്ച് മാർജിൻ ടോപ്പ് വന്നിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ ഒരു സ്പേസ് ഉണ്ടോ, അപ്പോൾ അതിൻ്റെ മാർജിൻ ടോപ്പ് ഒന്ന് കുറച്ച് റിമൂവ് ചെയ്യാം. മാർജിൻ ടോപ്പ് 0 പിക്സൽ. അപ്പോൾ ഒരു ബേസിക് ലേഔട്ട് ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒറ്റ പേജ് നമ്മൾ ഡിസൈൻ ചെയ്താൽ മതി കേട്ടോ. അതാണ് ഈ ഒരു ഡൈനാമിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിലേത് പോസ്റ്റ് ടൈപ്പിന് എടുത്തിട്ടുണ്ടെങ്കിലും ഏത് പോസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും സെയിം ഡിസൈനിൽ ഡിസ്പ്ലേ ചെയ്യും. കണ്ടോ, എല്ലാ പോസ്റ്റും സെയിം ഡിസൈനിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് പേജ് ഇത്രേ ഉള്ളൂ. ഏത് കസ്റ്റം പോസ്റ്റ് എടുത്താലും ഈ ഒരു രീതിയിൽ നമുക്ക് ഡീറ്റെയിൽഡ് പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും. സിംഗിൾ ഹൈഫണ് നമ്മളെ പോസ്റ്റ് ടൈപ്പിൻ്റെ കീ എന്താണോ അത് കൊടുത്തിട്ട് .php എന്ന് പറഞ്ഞൊരു പേജിൽ നമുക്ക് എങ്ങനെയും ഡിസൈൻ ചെയ്യാം ഡീറ്റെയിൽഡ് പേജ്.